ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാനൊരു ന്യൂ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്നത്തെയും പോലെ ഇന്നും മറന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എലൈൻ കുർത്തിയാണ്, എലൈൻ കുർത്തി അല്ല, എലൈൻ ടോപ്പാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ ലേസൊക്കെ വെച്ചിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി അമോൾ അടയാളപ്പെടുത്തി ഒക്കെയാണ്. പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ അവിടുന്ന് താഴോട്ട് നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഫുള്ളായിട്ട് ആ ക്ലോത്തിൻ്റെ ഫുൾ വീതി നമ്മൾ താഴോട്ട് എടുത്തിട്ടുണ്ടെന്ന് ഫ്ലെയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗം. അപ്പോൾ ഇത് വെൽവെറ്റ് ക്ലോത്താണ് കേട്ടോ. വെൽവെറ്റ് ക്ലോത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, ലേസ്, കോയൻ ലൈൻസ് ലേസ് ഉണ്ടല്ലോ, അതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അളവൊക്കെ അളന്ന് നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ലൈനിങ് കട്ട് ചെയ്യാൻ എനിക്ക് ആ സമയത്ത് ലൈനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഗൾഫിലോട്ട് പോകേണ്ട പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവർക്ക് ടൈം വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ചാൽ വേഗത്തിൽ തന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മൾ ലൈനിങ്ങും ഒപ്പം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണത്. എന്നും ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. അതിന് മുന്നേയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഏങ്കോണിച്ചു കൊണ്ടൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിന്മേലാണ് നമ്മൾ വരക്കണം കേട്ടോ. അല്ല സോറി, അത് മുകളിലോട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത പീസ്. അപ്പോൾ ലൈനിങ് താഴോട്ട് നമുക്കതിൻ്റെ ഇതിൻ്റെ അത്രയും പിടുത്ത് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പകുതി കണ്ടോ, ഇവിടെ അറ്റം നമ്മൾ കൊടുത്തു, അതിൻ്റെ ഷേപ്പിൻ്റെ അവിടെ അറ്റം നമ്മൾ വരച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു ഇത് എടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ലൈനിങ്ങിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് നമ്മൾ അളന്ന് എടുത്തിട്ട് ആ ലെങ്ത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് ആ ഷേപ്പിൻ്റെ അവിടുന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ മറ്റേ കുർത്തിക്ക് മറ്റേ നല്ല ക്ലോത്തിൽ നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ താഴോട്ട് ഷേപ്പിൽ നിന്ന് താഴോട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ മാക്സിമം തുണി നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഫ്ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഷേപ്പിൻ്റെ അതുവരെ കറക്റ്റായിരിക്കും, രണ്ടും ഒരേ പിടുത്തായിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതൊക്കെ നമ്മൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് കാണുന്നതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്തല്ലോ, ഇനി നമുക്ക് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് നോക്കാം. സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ അപായ കൈയൊക്കെ അല്ലേ, നല്ല ലൂസായിട്ടുള്ള ആ ഒരു കൈയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം മുകളിൽ നിന്ന് നമ്മൾ ലൂസാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് ലെങ്ത്ത് എന്ന് മാത്രം നോക്കുക. അതുപോലെ അമഹോളിൻ്റെ അളവ് കറക്റ്റായിട്ട് അതും കൊടുക്കുക. ബാക്കി താഴോട്ട് നമുക്ക് എത്രയാണോ വിടുത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും തന്നെ നമ്മൾ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ല തുണിയിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്രയും വിടുത്ത് നമുക്ക് കിട്ടണില്ല. അപ്പോൾ ഇതുപോലെ ലേസ് താഴോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, ഈ കട്ട് ചെയ്തത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് മുട്ട് സൂചി വെച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ വീനക്കും ഫ്രണ്ടിന് വീനക്കുമാണ് കൊടുക്കുന്നത്, ബാക്കിന് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീനക്കിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ വീനക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്കൊക്കെ അതിങ്ങനെ ഇതായിട്ട് പോകുന്നത് കാണാം, അതായത് ഇങ്ങനെ വൈഡായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യണത്, 1 ഇഞ്ച് വിട്ടിട്ട് താഴോട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തത്. സ്റ്റിച്ചിങ് വീഡിയോ വേഗം തന്നെ ഇടാം. അപ്പോൾ താങ്ക് യു.